നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും CAD ഓൺലൈൻ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡയമെൻഷൻസ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ പ്രസൻ്റ്ലി ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ഡയമെൻഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് നമുക്കൊരു ഡയമെൻഷൻ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ട ഈ ഒരു ലെഫ്റ്റ് എൻഡിൽ നിന്നാണ് നമ്മൾ ഓരോ എക്സ്റ്റൻഷനിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു സെഗ്മെൻ്റ് ലെങ്ത്ത് അല്ലേ, ഈ ഒരു ഷാഫ്റ്റിൻ്റെ ഇതുവരെയുള്ളൊരു ലെങ്ത്ത്, അടുത്ത സ്റ്റെപ്പ് ഡൗൺ ഷാഫ്റ്റിൻ്റെ ലെങ്ത്ത്, ഇതെല്ലാം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നാണ്, അവിടെ നിന്നാണ് ഓരോ എക്സ്റ്റൻഷനിലേക്കുള്ള ലെങ്ത്തുകൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡയമെൻഷനെ നമ്മൾ പറയുന്ന പേരാണ് ബേസ് ലൈൻ ഡയമെൻഷൻ എന്നാണ് ഇതിനെ പറയുക. ഓക്കെ, അതേസമയം ഇതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് നമ്മൾ ഓരോ സെഗ്മെൻറ്റിൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലെങ്ത്തുകൾ കൊടുത്തിരിക്കുന്നത്, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് കണ്ടിന്യൂ, അതായത് ഓട്ടോകൾ നമ്മൾ പറയുന്ന പേരാണ് കണ്ടിന്യൂസ് ഡയമെൻഷൻ എന്നാണ് ഇതിനെ പറയുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ തൽക്കാലം ഇതിനെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ആദ്യം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, നമുക്ക് CADൽ ഡയമെൻഷനിൽ നമുക്കിതുപോലെ തന്നെ ബേസ് ലൈൻ ഡയമെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഡയമെൻഷനിൽ വന്നിട്ട് ഇവിടെ നമുക്കിവിടെ ഡയമെൻഷൻ ബേസ് ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് DBA എന്നാണ്. ഇതെടുത്തപ്പോൾ തന്നെ നമ്മളോട് ഫസ്റ്റ് ചോദിക്കുന്നത് കണ്ടോ, സ്പെസിഫൈ സെക്കൻഡ് എക്സ്റ്റൻഷൻ ലൈൻ ഒറിജിൻ എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ഓൾറെഡി നമ്മൾ കൊടുത്തു കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ ബേസ് ലൈൻ ഡയമെൻഷൻ ചെയ്യണമെങ്കിലും കണ്ടിന്യൂ ഡയമെൻഷൻ ചെയ്യണമെങ്കിലും ഏറ്റവും ആദ്യം നമ്മൾ ഒരു ഡയമെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഡയമെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ആദ്യം പിക്ക് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും അതിൻ്റെ ബേസ് ആയിട്ട് എടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ ലീനിയർ എന്ന് പറഞ്ഞൊരു ഡയമെൻഷൻ ചൂസ് ചെയ്യണം. അപ്പോൾ പിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ ആദ്യം പിക്ക് ചെയ്യരുത്, ഫസ്റ്റ് ഇവിടെ പിക്ക് ചെയ്യുക. ഇവിടെ പിക്ക് ചെയ്താൽ പിന്നെ ഇതായിരിക്കും നമ്മുടെ ബേസ് ആയിട്ട് എടുക്കുക. ഞാൻ ഫസ്റ്റ് ഇത് പിക്ക് ചെയ്തു, സെക്കൻഡ് ഞാൻ ഇത് പിക്ക് ചെയ്തു, അതിനുശേഷം ഒരു ഡയമെൻഷൻ നിങ്ങൾ ഇതുപോലെ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി അപ്പം നമുക്ക് ശരിക്കും ഡയമെൻഷൻ ലീനിയർ വെച്ചിട്ട് വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാം കേട്ടോ. വീണ്ടും ഫസ്റ്റ് പോയിന്റ് പിക്ക് ചെയ്തു, സെക്കൻഡ് പോയിന്റ് പിക്ക് ചെയ്തു, ഇങ്ങനെ വേണമെങ്കിൽ ചെയ്ത് പോവാം. അപ്പോൾ അത് ആ ഒരു സ്റ്റെപ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഡയമെൻഷനിൽ നമുക്കിവിടെ ഇവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അല്ലെങ്കിൽ ബേസ് ലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ്റെ യൂസ് വരുന്നത്. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഒരു ബേസ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി ബേസ് ലൈൻ എടുക്കുമ്പോൾ കണ്ടോ ഓട്ടോമാറ്റിക്കലി കണ്ടോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കണ്ടോ. ഇനി നമ്മളിതിൻ്റെ സെക്കൻഡ് എക്സ്റ്റൻഷൻ പോയിന്റ് മാത്രം കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു, then ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇതിൽ ക്ലിക്ക് ചെയ്തു, ഇതിൽ ക്ലിക്ക് ചെയ്തു കണ്ടോ. ഇനി അടുത്ത ഫർദർ പോയിന്റിന് നമുക്ക് ഇങ്ങനെ പിക്ക് ചെയ്ത് പോകാം. അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ബേസ് ലൈൻ ഡയമെൻഷൻ ചെയ്യാൻ പറ്റി. ഇതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പ്രാവശ്യം ലീനിയർ ഡയമെൻഷനോ അല്ല അലൈൻ ഡയമെൻഷനോ എടുത്ത് ഫസ്റ്റ് പിക്ക് ചെയ്യണം, സെക്കൻഡ് പിക്ക് ചെയ്യണം, പ്ലേസ് ചെയ്യണം. അഗെയിൻ ഫസ്റ്റ് പോയിന്റ് ഇവിടെ പിക്ക് ചെയ്യണം, അഗെയിൻ സെക്കൻഡ് പോയിന്റ് നമ്മൾ ഇവിടെ പിക്ക് ചെയ്യണം, പ്ലേസ് ചെയ്യണം. അപ്പോൾ ആ ഒരു സ്റ്റെപ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി ഇതെങ്ങനെയാണ് നമുക്കിതിൽ കണ്ടിന്യൂ ഡയമെൻഷൻ ഇതിൽ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിനും എന്ത് ചെയ്യണം, ആദ്യം നമ്മളൊരു ലീനിയർ ഡയമെൻഷനോ അല്ലെങ്കിൽ അലൈൻ ഡയമെൻഷനോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ലീനിയർ ആയാലും അലൈൻ ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ ഈ കേസിൽ ഞാനിപ്പോൾ ഒരു അലൈൻ ഡയമെൻഷൻ എടുക്കാമെന്ന് വെച്ചോളൂ. അപ്പോൾ ഫസ്റ്റ് പിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ പിക്ക് ചെയ്തു, അഗെയിൻ സെക്കൻഡ് ഇവിടെ പിക്ക് ചെയ്തു, ജസ്റ്റ് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു. ഇനി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയമെൻഷൻ എടുത്തു, ഡയമെൻഷനിൽ കണ്ടിന്യൂ. അപ്പോൾ കണ്ടിന്യൂ പറയുമ്പോൾ ഓൾറെഡി നമ്മൾ എവിടെയാണോ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നമ്മുടെ എക്സ്റ്റൻഷൻ പോയിൻറ്റ്സ് മാത്രം നമ്മളിവിടെ കൊടുത്താൽ മതി, സെക്കൻഡ് എക്സ്റ്റൻഷൻ ഉണ്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പിക്ക് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഒരു ഡയമെൻഷൻ. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകും നമ്മളിവിടെ ഡയമെൻഷനിൽ നമ്മൾ ഏറ്റവും ആദ്യം ഇവിടെ കാണുന്നുണ്ട് ക്യുക്ക് ഡയമെൻഷൻ, അതല്ലെങ്കിൽ എൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് QDIM. നമുക്കിവിടെ QDIM. അപ്പോൾ ഇതിൻ്റെ യൂസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യുക്കായിട്ടൊരു ഡയമെൻഷൻ പ്ലേസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഡയമെൻഷൻസ് പ്ലേസ് ചെയ്യണം. നമുക്ക് ടൈം മാക്സിമം ഇല്ല, വളരെ കുറച്ച് സമയം നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ പെട്ടെന്ന് എല്ലാം കൂടിയിട്ടുള്ളൊരു ഡയമെൻഷൻ നമുക്ക് ചെയ്യണം. ഓക്കെ, അതല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മാനറിൽ നമുക്ക് അതിനെ പ്ലേസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്കിതിൻ്റെ ക്യുക്ക് ഡയമെൻഷൻ്റെ യൂസ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഡയമെൻഷൻ ചെയ്യാനുള്ള ഒബ്ജക്ട്സിനൊക്കെ അങ്ങ് സെലക്ട് ചെയ്യുക, അതിനുശേഷം എൻ്റർ ചെയ്യുക. അപ്പോൾ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇതിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ച എല്ലാ ഓപ്ഷൻസും ഇതിൽ വരുന്നുണ്ട്. ഇവിടെ കണ്ടിന്യൂ ഡയമെൻഷൻ ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്, ബേസ് ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാഗേർഡ് എന്നുകൊണ്ട് വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഓർഡിനേറ്റ് ഉണ്ട്, റേഡിയസ് ഉണ്ട്, ഡയമീറ്റർ ഉണ്ട്, ഡാറ്റം പോയിൻറ്റ്സ് ഉണ്ട്, പിന്നെ നമുക്ക് അതിൻ്റെ സെറ്റിങ്സിലൂടെ നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ എനിക്കിത് കണ്ടിന്യൂസ് ആയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ ജസ്റ്റ് ഇവിടെ കണ്ടിന്യൂസ് എടുത്തു, ജസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ഡയമെൻഷനായിട്ട് വന്നു. അതുപോലെ ഞാൻ ലെയർ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്, നമ്മുടെ ഡയമെൻഷൻ ലെയറിലേക്ക് ഒന്ന് മാറ്റി. ഓക്കെ, അഗെയിൻ ഡയമെൻഷൻ ഇട്ടു. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ എടുത്തിട്ട് നേരത്തെ നമ്മൾ ചെയ്തത് ആദ്യം നമ്മളൊരു ലീനിയർ ഡയമെൻഷൻ അലൈൻ ഡയമെൻഷൻ ആദ്യം പ്ലേസ് ചെയ്തു, പിന്നെയാണ് നമ്മൾ കണ്ടിന്യൂ എടുത്ത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡയമെൻഷൻ എടുത്ത് നമുക്ക് ഇതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഇതിലിപ്പോൾ ഉണ്ട്, ഇതിലിപ്പോൾ ഒരു ആർക്ക് പോർഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ വേണമെങ്കിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഡയമെൻഷൻ എടുത്ത് ഞാൻ ക്യുക്ക് ഡയമെൻഷൻ എടുത്തു. അപ്പോൾ അതിനുശേഷം ഞാനത് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്തു. അപ്പോൾ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ
റേഡിയസ് വേണമെങ്കിൽ റേഡിയസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തെങ്കിൽ ഓട്ടോമാറ്റിക്കലി കണ്ട അതിൻ്റെ റേഡിയസ് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതെല്ലാം ഡയമെൻഷൻ എടുത്തു, ഞാനിവിടെ ക്യുക്ക് ഡയമെൻഷൻ എടുത്തു, ഞാൻ ഇതെല്ലാം സെലക്ട് ചെയ്തു. എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്തു. ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് എനിക്കിത് ബേസ് ലൈനായിട്ട് വേണ്ടെങ്കിൽ കണ്ടോ ഇവിടെ ബേസ് ലൈൻ ഡയമെൻഷനായിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ ബേസ് ലൈൻ ഡയമെൻഷൻ, അപ്പോൾ ബേസ് ലൈൻ ഡയമെൻഷൻ ആക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, കാരണം ഇവിടെ കണ്ടിന്യൂ അല്ലെങ്കിൽ ബേസ് ലൈൻ ഏതെങ്കിലും ഒന്ന് കീപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഓൾറെഡി ഇത് കണ്ടിന്യൂ എന്നുള്ളത് ഡിലീറ്റ് ആയി പോയിട്ടായിരിക്കും നമുക്കിവിടെ ബേസ് ലൈൻ ഡയമെൻഷൻ കിട്ടുക. ഇത് നമുക്ക് സ്റ്റാഗേർഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ എടുക്കുക, ഇവിടെ ക്യുക്ക് ഡയമെൻഷൻ എടുക്കുക, ഇതെല്ലാം നമ്മളൊന്ന് സെലക്ട് ചെയ്യുക, അതിനുശേഷം എൻ്റർ ചെയ്യുക. ഇവിടെ സ്റ്റാഗേർഡ് എന്നുള്ളൊരു ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് അങ്ങനെ എടുക്കും. ദാറ്റ് മീൻസ് അതിൽ ഏറ്റവും ഇന്നറിൽ വരും, ദെൻ അതിൻ്റെ ഔട്ടർ അങ്ങനെ ആ രീതിയിലായിരിക്കും നമുക്കതിൽ പോവുക. അപ്പോൾ ഇത് മേ ബി ഇത് സെലക്ഷൻ ആയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ഈ ഒരു എൻ്ററിലേക്ക് ഈ ഒരു എൻഡിലെ നമുക്ക് കിട്ടാത്തത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് രീതിയിലാണ് നമുക്കത് പ്ലേസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താ പറയുക ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ക്യുക്ക് ഡയമെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് ഡയമീറ്റർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡയമീറ്റർ കണ്ടോ ഇതിലിപ്പം പ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടോ, ഇതിൽ നേരത്തെ റേഡിയസ് ആയിരുന്നു, അത് അതിൻ്റെ മുകളിൽ ഓവർലാപ്പ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഡയമീറ്ററും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രാഗ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യാം പ്ലേസ് ചെയ്യാം കേട്ടോ, വേറൊരു ഏരിയയിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു ക്യുക്കായിട്ട് നമുക്കൊരു ഡയമെൻഷൻ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൊരു ടൂളാണ് ഡയമെൻഷനിൽ നമുക്കിവിടെ ക്യുക്ക് ഡയമെൻഷൻ ആയിട്ട് ഷോർട്ട് ചെയ്യാൻ പറഞ്ഞു QDIM. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഡയമെൻഷനിലാണ് നമുക്കിവിടെ അലൈൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അലൈൻ ടെക്സ്റ്റിൽ നമുക്ക് ഹോം, ആംഗിൾ, ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടോ ഇവിടെ ഓൾറെഡി നമ്മളൊരു ഡയമെൻഷൻ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വൺസ് നമ്മൾ പ്ലേസ് ചെയ്തതിന് ശേഷം എനിക്ക് ഈ ടെക്സ്റ്റിനെ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, ഒരു 45 ഡിഗ്രിയിൽ എഴുതണം അല്ലെങ്കിൽ 90 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ ഈ ടെക്സ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യുന്ന പറയുമ്പോൾ എനിക്ക് ഇതിനെ ലെഫ്റ്റിലേക്ക് എനിക്ക് പ്ലേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന ടെക്സ്റ്റ് അല്ലേ, അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ ലെഫ്റ്റിലേക്ക്, ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഡ്രാഗ് ചെയ്തും പ്ലേസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതല്ലാതെ നമുക്ക് എങ്ങനെയാണ് എക്സാക്ട്ലി എങ്ങനെയാണ് ലെഫ്റ്റിലേക്ക് അലൈൻ ചെയ്യുക, റൈറ്റിലേക്ക് അലൈൻ ചെയ്യുക, പിന്നെ സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യുക, അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്ന ഡയമെൻഷനിൽ അലൈൻ ടെക്സ്റ്റിലുള്ള ഓപ്ഷൻസ്. അപ്പോൾ ആദ്യം നമുക്ക് ടെക്സ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ആംഗിൾ എന്ന് പറയാം. ഹോം ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോം പൊസിഷൻ, ഇതാണ് നമ്മുടെ ഹോം പൊസിഷൻ എന്ന് നമ്മൾ പറയുകയാണ്. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മുടെ നോർമൽ കേസിൽ നമുക്ക് എങ്ങനെയാണോ ടെക്സ്റ്റ് ലൊക്കേറ്റ് ആയിരിക്കുന്നത് അതാണ് നമ്മുടെ എന്താ പറയുക ഹോം പൊസിഷൻ. ദാറ്റ് മീൻസ് ടെക്സ്റ്റിൻ്റെ ആംഗിൾ 0, അത് സെൻറ്ററിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി ഡയമെൻഷനിൽ വന്നിട്ട് ഞാനിവിടെ അലൈൻ ടെക്സ്റ്റ് എടുത്തു, ആംഗിൾ എടുത്തു, ഞാൻ ടെക്സ്റ്റിനെ ഒരു 45 ഡിഗ്രിയിലേക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും പഴയ പോലെ ആക്കാനായിട്ട് നമ്മൾ വീണ്ടും 0 എടുക്കണം നിർബന്ധമില്ല. നമ്മൾ ഡയമെൻഷൻ എടുത്തു, അലൈൻ ടെക്സ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ഹോം എടുത്തു ഞാനിതിനെ സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തു കണ്ടോ ഹോം പൊസിഷനിലേക്ക് വന്നു. ഇനി ഡയമെൻഷനിൽ തന്നെ അലൈൻ ടെക്സ്റ്റിൽ ലെഫ്റ്റ് എടുത്തു, സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് പോകും. ദാറ്റ് മീൻസ് ലെഫ്റ്റ് എക്സ്റ്റൻഷൻ ഏതാണോ അല്ലെങ്കിൽ ആരോ ഹെഡ് ഏതാണോ അതിന് നിയർ ബൈ ആയിട്ട് പ്ലേസ് ആവും. ഇനി അതുപോലെ തന്നെ അലൈൻ ടെക്സ്റ്റിൽ നമുക്ക് ഇവിടെ റൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ റൈറ്റ് അലൈൻ ചെയ്യും. അതിന് നമുക്ക് വേണമെങ്കിൽ സെൻറ്റർ എടുത്താൽ സെൻറ്റർ അലൈൻ ചെയ്യും, അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഹോം എടുത്താലും മതി. അപ്പോൾ ഇതാണ് ടെക്സ്റ്റിൽ നമുക്കിവിടെ അലൈൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ടൂള്. ഇനി നമ്മളിപ്പോൾ ഈ ഒരു ഡ്രോയിങ് നോക്കുകയാണെങ്കിൽ കണ്ടോ ഇവിടെ ഞാൻ കുറേ ഡയമെൻഷൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഡയമെൻഷൻസിൽ തന്നെ ഇവിടെ കണ്ടോ ഒരു എക്സ്റ്റൻഷൻ ലൈൻസ് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഒരു ഫിഗർ ഈ ഡ്രോയിങ് ആയിട്ട് ഈ ഒരു എക്സ്റ്റൻഷൻ ലൈൻ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഡയമെൻഷനിൽ ഇവിടെ ഡയമെൻഷൻ ബ്രേക്ക് എന്നാണ് അതിനെ പറയുക, ഡയമെൻഷൻ ബ്രേക്ക്. അതല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് DIMBR. ഓക്കെ, എൻ്റർ ചെയ്യാം. ഇപ്പോൾ DIMBR എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതിനെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത്, ഏത് ഡയമെൻഷൻസ് ഉള്ളിടത്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളിവിടെ സെലക്ട് ചെയ്യുക, ജസ്റ്റ് എൻ്റർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡയമെൻഷനാണ് മാത്രമേ ഞാൻ സെലക്ട് ചെയ്തുള്ളൂ. അതുകൊണ്ട് അത് എവിടേക്കാണോ പാസ് ചെയ്യുന്നത്, ഏതൊക്കെ എക്സ്റ്റൻഷൻ ലൈനൊക്കെ ആയിട്ടാണോ അത് ഓവർലാപ്പ് ചെയ്യുന്നത് അവിടെയെല്ലാം കണ്ടോ ഒരു ബ്രേക്കിംഗ് വന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു ബ്രേക്കിങ്ങിൻ്റെ ഗ്യാപ്പൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് നമ്മൾ സ്റ്റൈലിലാണ്, ഡയമെൻഷൻ സ്റ്റൈൽ എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഒരു സ്പേസിങ് അത് നമുക്ക് കൂട്ടുകയും കുറയൊക്കെ ചെയ്യാം. ഇനി ഇത് തന്നെ നമുക്ക് മൾട്ടിപ്പിളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഡയമെൻഷൻ ബ്രേക്ക് എടുക്കാം. ഇവിടെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ഡയമെൻഷൻസൊക്കെ സെലക്ട് ചെയ്യാം കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ പിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ ഒരു ലൈനാണെങ്കിൽ ഈ ലൈനിൽ കണ്ടോ, അപ്പോൾ ഈ ലൈനിൽ കണ്ടോ നമ്മുടെ ഫിഗറിൽ നിന്ന് അത് ബ്രേക്ക് ആയി പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഓവർലാപ്പിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ ഡയമെൻഷൻ ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമുക്ക് വേണമെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്താൽ പോരെയെന്ന് വെച്ചിട്ട് ബ്രേക്ക് കമാൻഡ് എടുത്തിട്ട് ഞങ്ങൾ ബ്രേക്ക് കമാൻഡ് എടുക്കും, BR എൻ്റർ ചെയ്തിട്ട്. സോ ഞാനിവിടെ BR എൻ്റർ ചെയ്തു, ദെൻ ഇതിനെ സെലക്ട് ചെയ്യാം കണ്ടോ. ഇത് സെലക്ഷൻ ആവില്ല, കാരണം ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഇങ്ങനെയുള്ള ലൈൻസിനെ പറ്റുള്ളൂ, ഡയമെൻഷനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡയമെൻഷൻ ബ്രേക്ക് എടുത്ത് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി വൺസ് നമ്മൾ ഡയമെൻഷൻ ബ്രേക്ക് ചെയ്തു, അത് നമുക്ക് വീണ്ടും എന്താ പറയുക റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഡയമെൻഷൻ ബ്രേക്ക് എടുത്താൽ മതി. then ഇതിനൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ ഇവിടെ നമുക്ക് ഇവിടെ ഡയമെൻഷൻ ബ്രേക്കിൽ
നമുക്ക് റിമൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, റിമൂവ് എടുത്താൽ മതി, റിമൂവ് ആയിക്കോളും. അപ്പോൾ സെലക്ട് ചെയ്യുക, ഇത് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ റിമൂവ് കൊടുക്കുക. ഓക്കെ, ഇനി ഇതല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രേക്ക് ഡിസ്റ്റൻസ് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനത് സെലക്ട് ചെയ്തു. ഇവിടെ നമുക്കിപ്പോൾ കിടക്കുന്നത് ഓട്ടോ എന്ന് പറഞ്ഞൊരു മോഡാണ്. ഇപ്പം മാനുവൽ എന്ന് പറഞ്ഞൊരു മോഡ്, അപ്പോൾ ഓട്ടോ മോഡിലാണ് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ഡീഫോൾട്ടായിട്ടൊരു വാല്യൂ വരുന്നുണ്ട്. കണ്ടോ, ഈ ഒരു ബ്രേക്കിൻ്റെ ഒരു ഗ്യാപ്പ് ഇല്ലേ, അത് ഡീഫോൾട്ടായിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് സെറ്റ് ചെയ്യാം ഡയമെൻഷൻ സ്റ്റൈലിൽ. ഇതല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഒരു മാനുവൽ ബ്രേക്കിംഗ് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. മാനുവൽ ബ്രേക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് എടുക്കുന്ന പോലെ, ബ്രേക്ക് കമാൻഡ് എടുക്കുന്ന പോലെ ഫസ്റ്റ് പോയിന്റ് കൊടുക്കുന്നു, അഗൈൻ സെക്കൻഡ് പോയിന്റ് കൊടുക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഏതൊക്കെ പോയിന്റ് പിക്ക് ചെയ്താൽ അതനുസരിച്ച് അത് ബ്രേക്ക് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കാം. കാരണം ഞാൻ പിക്ക് ചെയ്തതും സെലക്ട് ചെയ്തതും രണ്ടായിരുന്നു. ഇപ്പോൾ ഡയമെൻഷൻ എടുത്തു, ഇപ്പോൾ ഡയമെൻഷൻ ബ്രേക്ക് എടുത്തു, ഞാനിതിനെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം മാനുവൽ എടുക്കുക. നമ്മൾ ഫസ്റ്റ് ബ്രേക്ക് പോയിന്റ് കണ്ടോ, ഇവിടെ നേരത്തെ പറ്റി ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഞാൻ പിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ ഈ ഒരു മിഡ് പോയിന്റ് ഹൈലൈറ്റ് ചെയ്യേണ്ടായിരുന്നു. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തൽക്കാലം ഈ സ്നാപ്പ് കൊണ്ട് ഓഫ് ചെയ്തിട്ടേക്കുക. ഇനി എവിടെ നിന്ന് ബ്രേക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കിപ്പോൾ എന്താ പറയുക, ഈ ഒരു പോയിന്റ് ടു എനിക്ക് ഇവിടെ വരെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് ബ്രേക്ക് ചെയ്ത് കളയാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒബ്ജക്റ്റ് സ്നാപ്പ് അവിടെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ആ പോയിന്റ് ആയിരിക്കും ഓട്ടോമാറ്റിക്കലി അത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. നേരത്തെ പറ്റിയതാണ് ഞാൻ പിക്ക് ചെയ്ത പോയിന്റ്, അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ ബ്രേക്ക് ആയി പോയത്. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ ബ്രേക്ക് എടുത്തു, നമ്മളതിനെ സെലക്ട് ചെയ്തു. മാനുവലായിട്ട് ചെയ്യണമെങ്കിൽ മാനുവൽ എടുത്തിട്ട് നമുക്ക് ഈ പോയിന്റ് ആണെങ്കിൽ അങ്ങനെ പിക്ക് ചെയ്യാം. സ്നാപ്പ് ഓഫ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, പിന്നെ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാൻ കണ്ടോ ഒരു ഡയമെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാനുവലായിട്ട് ചെയ്തുകൊണ്ട് കണ്ടോ ഈ ഒരു സ്പേസിങ്, അഡ്ജസ്റ്റൻറ്റ് ഡയമെൻഷൻസ് തമ്മിലുള്ള സ്പേസിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് EQ സ്പേസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഡയമെൻഷനിൽ നമുക്കിവിടെ ഡയമെൻഷൻ സ്പേസ് അല്ലെങ്കിൽ DIMSP എന്ന് ടൈപ്പ് ചെയ്താലും മതി. ഇപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ ഫസ്റ്റ് കീപ്പ് ചെയ്യുന്ന ഡയമെൻഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യുക, എൻ്റർ ഒന്നും ചെയ്യരുത്. അതിനുശേഷം റിമൈനിങ് ഡയമെൻഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം സെലക്ട് ചെയ്യാം. അതിനുശേഷം എൻ്റർ ചെയ്യാം. അപ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് നമുക്കൊന്നെങ്കിലും ഒരു വാല്യൂ കൊടുക്കാം, അതല്ലെങ്കിൽ ഓട്ടോ. ഇപ്പം ഓട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീഫോൾട്ടായിട്ട് നമ്മൾ ഡയമെൻഷൻ സ്റ്റൈലിൽ ഒരു വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ വാല്യൂയിലേക്ക് അത് കറക്റ്റ് ചെയ്യും. സോ ഞാൻ ഇവിടെ എൻ്റർ ചെയ്തു. കണ്ടോ, ഇപ്പോൾ ഈ ഒരു സ്പേസിങ് എല്ലാം തന്നെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡയമെൻഷൻ സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കിവിടെ ഡിം സ്പേസ് എന്ന് പറഞ്ഞൊരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് ഓട്ടോയ്ക്ക് പകരം നമുക്ക് മാനുവലായിട്ടൊരു വാല്യൂ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഇതിനൊന്ന് അൺഡു ചെയ്യാണ്. ഡയമെൻഷൻ എടുത്തു, ഇവിടെ ഡയമെൻഷൻ സ്പേസ് എടുത്തു, ഫസ്റ്റ് ഞാനത് സെലക്ട് ചെയ്തു, ദെൻ റിമൈനിങ് ഡയമെൻഷൻ സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തു. ഇപ്പോൾ എൻ്റർ ചെയ്ത വാല്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ വാല്യൂ എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ 8 എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തു. അപ്പോൾ ഇവിടെ ഈ ഒരു സ്പേസിങ് എന്ന് പറയുന്നത് 8 യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.